ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇന്ന് കുടുംബ സംഗമമാണ് നടന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് പങ്കെടുത്തത്. സമരവുമായി എന്തിന് മുന്നോട്ട് പോകുന്നുവെന്നാണ് പല ആശാ വർക്കർമാരും ചോദിക്കുന്നത്. അവർ മടുത്തു. സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരാണ് ഇനി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. 21,000 രൂപ മാസ ശമ്പളം കൊടുക്കണമെന്നൊക്കെയാണ് അവരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ ഫണ്ട് മുഴുവൻ കേന്ദ്രമാണ് നൽകേണ്ടത്. രാജ്യസഭയിലും ലോക്സഭയിലും സമരം ചൂണ്ടിക്കാട്ടി കോൺഗ്രസുകാരും CPM ഒക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദ പറഞ്ഞത് പറ്റത്തില്ലെന്നല്ലേ. യഥാർത്ഥത്തിൽ ഈ സമരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലല്ല നടത്തേണ്ടത്, രാജ്ഭവന്റെ മുന്നിലാണ്. ഇനിയെങ്കിലും അങ്ങോട്ട് രാജ്ഭവന്റെ മുന്നിലേക്ക് സമരം മാറ്റുന്നതാ ആശമാർക്ക് നല്ലത്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്ര സർക്കാർ കനിയണം. ഗവർണറെ ഇടപെടുത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ വെയിലും മഴയും കൊണ്ട് നിങ്ങൾ സെക്രട്ടറിയുടെ മുന്നിൽ കിടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇനി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കുടുംബങ്ങൾ വന്നാലും സർക്കാരിനൊന്നും ചെയ്യാനാകില്ല. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ആശാ വർക്കർമാർ നടത്തിയ ചർച്ച പൂർത്തിയായതിനു ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞതെന്താ, യോഗത്തിലെ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നാണ്. ആശാപ്രവർത്തകരുടെ വേതനം കൂട്ടുന്നതിനായി സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുമെന്നാണ് വീണ ജോർജ് വ്യക്തമാക്കിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കൽ തത്വത്തിൽ അംഗീകരിക്കാമെന്ന് തൊഴിൽ മന്ത്രി ഉറപ്പു നൽകിയതാണ്. ആശാ വർക്കർമാർ അത് സമ്മതിക്കുകയും ചെയ്തത്. എന്നിട്ടും എന്തിന് സമരം കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്.